CRPC, IPC, എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമായുള്ള ആക്ടുകൾക്ക് പ്രസിഡന്റ് അസന്റ് ലഭിച്ചിരിക്കുന്നു. CRPC ഇനി മുതൽ BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, IPC BNS ഭാരതീയ ന്യായ സംഹിത, എവിഡൻസ് ആക്ട് BSA ഭാരതീയ സാക്ഷി അധിനിയം. ഡിസംബർ 25, 2023 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ അസന്റ് ലഭിച്ചതോടുകൂടി ഇത്തരത്തിലുള്ള പുതിയ ബില്ലുകൾ ആക്ടുകളായി മാറി. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇന്ത്യൻ പ്രസിഡന്റിന്റെ രാഷ്ട്രപതി ഭവൻ സൈറ്റിൽ നോക്കിയാൽ അസന്റ് ലഭിച്ച ബില്ലുകളിൽ ഭാരതീയ സാക്ഷ്യ ബില്ല്, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ ന്യായ സംഹിത ഇവയ്ക്കെല്ലാം തന്നെ 25/12/2023 അസന്റ് ലഭിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ കൺസേൺഡ് മിനിസ്ട്രി ആയിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും കൊണ്ട്. അതിനോടൊപ്പം തന്നെ ദ ഗസറ്റ് ഓഫ് ഇന്ത്യയുടെ പേജ് എടുത്ത് നോക്കുമ്പോഴേക്കും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം ഇവയെല്ലാം തന്നെ ഒഫീഷ്യൽ ഗസറ്റിൽ 25 ഡിസംബർ 2021 പബ്ലിഷ് ആയതും കാണാം. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ബില്ലുകളെല്ലാം തന്നെ മോൺസൂൺ സെഷനിൽ പാർലമെന്റിൽ ഓഗസ്റ്റ് മാസം വന്നിട്ടുള്ളതാണെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനുകൾ പ്രകാരം ഇത് വിഡ്രോ ചെയ്തിട്ടുള്ളതും പുതിയ റീഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള വേർഷൻ ഓഫ് ബിൽസ് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളതും അവ പാസ്സാകപ്പെട്ടിട്ടുള്ളതും. അതായത് വ്യക്തമായി പറഞ്ഞാൽ ലോക്സഭ ഡിസംബർ 20 രാജ്യസഭ ഡിസംബർ 21 2023 ഈ പറഞ്ഞ ബില്ലുകളെല്ലാം തന്നെ പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇനി ഇതെന്നു മുതലാണ് ഇന്ത്യയുടെ മണ്ണിലെ കെയിം ഇൻറ്റു ഫോഴ്സ് ഓൺ എന്നത് നോട്ടിഫിക്കേഷനിലൂടെ ഇനി അറിയപ്പെടേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പുതിയ ആക്ടുകൾ ഇന്ന് ഇന്ത്യയിൽ നിലവിൽ ഇഫക്റ്റിൽ വന്നിട്ടില്ല എന്നതാണ്. ഇന്ന് ദ ഹിന്ദുവിൽ വന്ന ഒരു വാർത്തയാണ്, പുതിയതായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന FIRകളെല്ലാം തന്നെ പുതിയ ഭാരതീയ ന്യായ സംഹിത വെച്ചായിരിക്കും രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പെശകാണ്. അത് ഇനി നോട്ടിഫിക്കേഷനിലൂടെ എന്നാണ് കെയിം ഇൻറ്റു ഫോഴ്സ് ഓൺ എന്ന ഡേറ്റ് പബ്ലിഷ് ചെയ്യപ്പെടണം. അമിത്ഷായുടെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം കോട്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ്, FIR ഫയൽ ചെയ്യുന്നത് മുതൽ ജഡ്ജ്മെൻറ്റ് വരെയുള്ള എല്ലാ പ്രൊസീഡിങ്സും ഇനി ഓൺലൈൻ ആകുമെന്ന്. അതായത് ഫൈനൽ റിപ്പോർട്ടാണെങ്കിലും ഇനി ക്രോസ്, ചീഫ് ഇതെല്ലാം തന്നെ ഓൺലൈനിൽ അവൈലബിൾ ആകുമെന്നുള്ളതാണ്. 2024 ഡിസംബർ മാസത്തോടു കൂടിയായിരിക്കും ഇത് പൂർണ്ണമായ എഫക്റ്റിൽ വരിക. സോ ഈ വീഡിയോയുടെ ഉദ്ദേശം CRPC ഇനി മുതൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS, IPC ഇനി മുതൽ ഭാരതീയ ന്യായ സംഹിത BNS, എവിഡൻസ് ആക്ട് ഇനി മുതൽ ഭാരതീയ സാക്ഷ്യ അധിനിയം BSA. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളൂ, BNSS, BNS, BSA മറക്കണ്ട.